നല്ലൊരു പാൽക്കപ്പൻ്റെ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് കപ്പ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു 8 അല്ലിയോളം ചുവന്നുള്ളി, 2 പച്ചമുളകും, 3 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതാ നമുക്കൊരു തേങ്ങ മുഴുവനായിട്ടും വേണം കേട്ടോ അതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം 1-ാം പാലും 2-ാം പാലും ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കപ്പ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഞാൻ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുക്കുമ്പോഴാണ് കേട്ടോ പാൽക്കപ്പൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ലോണം ഉടഞ്ഞ് കിട്ടണം. ഇനി ഇതാ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും അതേപോലെ തന്നെ 2-ാം പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂടി പോകാനായിട്ട് നിൽക്കണ്ട. ഇപ്പോൾ ഇതാ ഞാൻ നല്ലോണം തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം ഒന്ന് തിള വന്നതിന് ശേഷം ഞാനിതാ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് നല്ല പോലെ ഒന്ന് തിള വരും. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. മിക്സിങ് നിങ്ങൾ മറക്കുകയോ ചെയ്യരുത് കേട്ടോ. അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ തിള വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണേ. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കപ്പക്ക്. അപ്പോൾ അത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഇതാ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡിയായി. പാൽക്കപ്പയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.